ശക്തമായ പ്രതിഷേധങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. മാനേജ്മെന്റ് ഓർത്തോളണം, മഞ്ഞപ്പട എന്നുള്ളത് ഒരു വെറും ഫാൻസ് അസോസിയേഷൻ അല്ല, അതൊരു വികാരമാണത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ എന്നാണ്, ഞങ്ങളുടെ ടീം എന്നാണ് അവർ പറയുന്നത്. 12th man എന്നാണ് പറയുന്നത് ഫാൻസിനെ. ഇപ്പൊ 12th man ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഫാൻസിന്റെ ഒപ്പം എത്താനായിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. ഫാൻസിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ, വികാരം മനസ്സിലാക്കാനൊക്കെ ദയവായി മാനേജ്മെന്റ് ശ്രമിക്കണം. അല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ ഒരു പവർ എന്താണെന്നുള്ളത് നിങ്ങളും അറിയും. ഇപ്പൊ ഇതിൽ മാനേജ്മെന്റ് നമ്മൾ കുറ്റപ്പെടുത്തി. ഇപ്പൊ അതിലൊരു ആരാധകൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു കമന്റ് ഇട്ടിരിക്കുകയാണ്. ഫുട്ബോൾ എന്തെന്നറിയാത്ത കുറെ ഡാഷുകളാണ് ഇങ്ങനെ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ എല്ലാ കുറ്റവും മാനേജ്മെന്റിന്റെ തലയിൽ ഇടുന്നത്. സ്റ്റേഡിയത്തിൽ ഇറങ്ങി കളിക്കുന്നത് മാനേജ്മെന്റ് അല്ല. അതുപോലെ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് ഓരോ കളിയിലും ഇറക്കുന്നത് മാനേജ്മെന്റ് അല്ല, ടീം കോച്ചാണ്. 3 കളി തോറ്റെങ്കിലും അവരെ പിന്നിലോട്ട് താഴ്ത്തുക അല്ല ചെയ്യേണ്ടത്, അവരുടെ കൂടെ നിന്ന് പിന്നിൽ നിന്നും മുന്നിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത്. എത്ര തോറ്റാലും കൂടെ ഉണ്ടാകും. എന്നും യെല്ലോ അതിനൊരു എതിരഭിപ്രായമുണ്ട്. എന്നും മഞ്ഞ. കാരണം വെച്ചാല് മാനേജ്മെന്റ് തന്നെയാണ് ഓരോ ആൾക്കാരെ നിലനിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അതിപ്പം കോച്ചിനെ പോലും എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യുക. അതൊക്കെ മാനേജ്മെന്റ് ആണ്. അല്ലാതെ കളിക്കാരെ നിർത്തണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചത് കോച്ചല്ല. കാരണം കളിക്കാരെ നിർത്തി കഴിഞ്ഞാണ് ഇവര് കോച്ചിനെ വരെ ടീമിലോട്ട് എത്തിക്കുന്നത്. ആരാധകരെ വിറ്റ് ജീവിക്കുന്ന ഒരു ക്ലബ്ബ് എന്നൊരു ആരോപണം പറഞ്ഞാൽ സത്യം അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ മഞ്ഞപ്പട എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെയാണ് എത്തുന്നില്ല, ഇങ്ങോട്ട് ഈ റേഞ്ച് എത്തുന്നില്ല. ആദ്യമായിട്ടായിരിക്കും ഫാൻസിന്റെ റേഞ്ച് ഇങ്ങനെ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ്. പിന്നല്ലാതെ ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെ മതി ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടും. ഒരു കഴിഞ്ഞ സീസൺ വരെ നോർത്ത് ഈസ്റ്റും ബ്ലാസ്റ്റേഴ്സും ആയിരുന്നു കപ്പുകൾ ഇല്ലാത്ത ഒരു ഏക ടീം ISL-ലും. അതായത് മൊത്തത്തിൽ എല്ലാ ലീഗിലും കൂടെ കപ്പ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് വീണ്ടും കപ്പടിച്ചു. ഫാൻസിന്റെ കാര്യം പറഞ്ഞാൽ അവര് അതുപോലെ നല്ല സപ്പോർട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവാൻ വോക്കനോവിച്ച് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് പരിശീലിപ്പിച്ച ടീം കേരളയാണ്. വേറൊരു ടീമിന് വേണ്ടി ഞാൻ ഇനി പോകത്തില്ല. ഇനി കേരളത്തിന് വേണ്ടി ഇനിയും അവസരം കിട്ടിയാൽ ഞാൻ ഇനിയും പരിശീലിപ്പിക്കുമെന്ന്. അതാണ് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ മാനേജ്മെന്റ് ആയിട്ടായിരുന്നു. ഒരിക്കലും ആരാധകരായിട്ടും അദ്ദേഹത്തോട്. എന്നിട്ടും ഇത്തരത്തില് ജനങ്ങളുടെ പൾസ് ഇവർ മനസ്സിലാക്കുന്നില്ല. അടുത്ത സീസണിലെങ്കിലും ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്തിട്ട് ഈ ടീം കൊണ്ട് എന്തായാലും ഒരു പ്ലേ ഓഫ് ഒന്നും കളിക്കാൻ പോകില്ല. അതും ആദ്യത്തെ തവണ ഇവാനാഷ് എന്ന് പറഞ്ഞ ആദ്യത്തെ തവണ ഫൈനലെത്തിച്ചു. രണ്ടാമത്തെ തവണ അത്യാവശ്യം നന്നായിട്ട് കളിച്ച ടീമാണ്. മറ്റേ ആ ബാംഗ്ലൂരുമായിട്ട് ആ വിവാദ ഗോളിലാണ് സെമി ഫൈനൽ എത്താതെ കേരളം പുറത്തു പോകാതെ. മാനേജ്മെന്റ് ISL മൊത്തത്തിൽ പ്രോബ്ലം ആണ്. കാരണം മാനേജ്മെന്റ് ആണെങ്കിലും റെഫറിമാരാണെങ്കിലും, സത്യം പറഞ്ഞാൽ റെഫറിമാർക്ക് വരെ ആദ്യം ഒരു കോച്ചിങ് കൊടുക്കണം എന്ന് വരെ ആരാധകർ പറയുന്നു. സച്ചിൻ സുരേഷ് എപ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഉപകാരമായെന്ന് ഒരു ആരാധകൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാധകര് എല്ലാ തരത്തിലും വിമർശനങ്ങളും ഒരാൾ പോലും എന്താണ് കോച്ചിനെയോ മറ്റൊന്നും ഇപ്പൊ കുറ്റപ്പെടുന്നില്ല. കാരണം ഇപ്പൊ കോച്ചിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ മാനേജ്മെന്റിന് അത് എളുതരാവും. വീണ്ടും കോച്ചിനെ മാറ്റുന്നു. കോച്ചിനായിട്ട് ഞാൻ കുറ്റം പറയത്തില്ല. കാരണം പക്ഷേ കോച്ചിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ടീമിന്റെ ശാപം രാഹുൽ, ഹോർണിപ്പ, പ്രീതം കോട്ടൽ, പിന്നെ ആ ഗോളി. പക്ഷെ ഹോമിപ്പാനൊക്കെ ഞാൻ പറയത്തില്ല. ഹോർണിപ്പ അത്യാവശ്യം ഞാൻ കാണാൻ കളി അത്യാവശ്യം നല്ല ഡിഫെൻഡിങ് ആണ് ഹോർണിപ്പ. പ്രീതം കോട്ടലാണെങ്കിൽ പോലും ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർണിപ്പ എപ്പോഴും കയറി വന്ന് കളിക്കുന്നത്, അതൊരു ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ആളാണ്. എപ്പോഴും ഉള്ളിൽ തന്നെ നിൽക്കണം. എപ്പോഴും ഇവർ രണ്ടുപേരും കയറി വന്ന് കളിക്കുന്നത്, ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡ് ഒരു പരാജയമാണെന്ന് പറഞ്ഞാൽ പരാജയമാവാൻ അല്ലല്ല, അത് കാരണം പരാജയം കമന്റിട്ടുണ്ട് മിഡ്ഫീൽഡൊക്കെ ഭയങ്കര പരാജയമാണ്. വിഭിമാനാണ്. കാരണം മിഡ്ഫീൽഡിൽ കൂടുതലും കളിക്കുന്ന നമ്മുടെ മലയാളികളാണ്. അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളി. പക്ഷെ ഇവരെല്ലാം പരിക്കാണ് നമ്മുടെ ടീമിനെ ബാധിക്കുന്നത്. പിന്നെ പ്രീതം കോട്ടയാണെങ്കിലും അത്യാവശ്യം നല്ല ഡിഫൻഡർ ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി സമയം കളയുന്നു, ടീമിന്റെ സമയം കളയുന്നുണ്ട്, അഗ്രഷൻ ആവുന്നു വെറുതെ ആവശ്യമില്ലാതെ.
ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ബിബിൻ മോഹന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട്. ആ പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റുകൾ പൊയ്യോ ഒരു രക്ഷയില്ലെന്നു, ഒരു രക്ഷയില്ല. അതായത് പറയാൻ പോലും അതെ, അടുത്ത സീസണിൽ വേറെ ടീമിൽ കളിക്കേണ്ട ചെക്കനാണെന്ന്. അത് ശരിയാണ്. അടുത്ത സീസണില് എന്റെ ഒരു അഭിപ്രായത്തില് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് വേറെ ടീമിലോട്ട് പോയാൽ നമ്മുടെ സകല് പോലെ മലയാളികൾ രക്ഷപ്പെടും. അതായത് ആ ടീം നൽകുന്ന കാശ് പോക്കറ്റിലിട്ട് ഈ മാനേജ്മെന്റ് വീണ്ടും നമ്മളെ മൂഞ്ചിക്കുന്നു. എന്താണ് ഇവന്മാര് ഇങ്ങനെ മൊത്തത്തില് നമുക്ക് എതിരാണ് എല്ലാ ഘടകങ്ങളും. ഇനി പ്ലേയേഴ്സിനെങ്കിലും നല്ലോണം ഇനി സെലക്ട് ചെയ്തിട്ട് നല്ലൊരു ടീം സെറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത്രയും വലിയൊരു ഫാൻസ് ഉണ്ട് അല്ലേ? പിന്നെ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഉള്ള ടീം വേറെ ഇല്ല. അത് ഒരാളുടെ കമന്റ് ആണ്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ഈ തെണ്ടി മാനേജ്മെന്റിന് ഒരു ലൈക്ക് പോലും കൊടുക്കരുതെന്ന്. അത് നമ്മുടെ പ്രശ്നങ്ങൾ എന്നാ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്നല്ല പറയുന്നത്. നമ്മുടെ എന്തോ സ്വന്തം കുടുംബം പോലെ നമ്മുടെ പ്രശ്നം എന്നാ പറയുന്നത്. അവരുടെ ഒരു പേഴ്സണൽ പ്രശ്നം പോലെയാണ് അവർ ഇതിനൊക്കെ അവതരിപ്പിക്കുന്നത്. അത്രത്തോളം സ്നേഹമുള്ള ഫാൻസ് എവിടെ കിട്ടും? പിന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര സപ്പോർട്ടുള്ള ആൾക്കാർ, കാരണം ഫുട്ബോള് അവർ ഹൃദയത്തിലാണ് കൊണ്ട് നടക്കുന്നത്. എല്ലാ കളിയിലും ഫുൾ ആൾക്കാരാണ് സ്റ്റേഡിയത്തിൽ. ഇത്രയും സ്റ്റേഡിയം നിറഞ്ഞ ഒരു സ്റ്റേഡിയം വേറെ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൊൽക്കത്തയിലൊക്കെ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? കൊൽക്കത്തയിലും ഏറ്റവും പിന്നെ വരുന്ന നോർത്ത് ഈസ്റ്റ് ഇപ്പോ കയറി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീം നോർത്ത് ഈസ്റ്റ്. ഇപ്പൊ അവരാണെങ്കിൽ ഡ്യൂറന്റ് കപ്പ് അടിച്ച് പിന്നെ തുടരെ കളികൾ ജയിച്ചു വരുന്നു. അവരൊക്കെ അത്യാവശ്യം പണ്ടത്തെ ഒക്കെ 2015-16 സീസണിൽ നോർത്ത് ഈസ്റ്റ് ഫുള്ള് കാണികളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പിന്നെ കുറഞ്ഞു വന്നു, കാരണം ടീമിന്റെ പോരായ്മ. പിന്നെ ഈ സീസണിൽ ഡ്യൂറന്റ് കപ്പ് അടിച്ചു, തുടരെ ഒരു നല്ലൊരു ക്വാളിറ്റി സ്ട്രൈക്കറിനെ കൊണ്ടുവന്നു. പിന്നെ തുടരെ 3-4 കളികൾ അടുപ്പിച്ച് ജയിക്കുന്നു. ഇപ്പോ കാണികളെല്ലാം പിന്നെ വന്നോണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കാൻ ഈ സീസണിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇങ്ങനെ പോയ ഒരു ചാൻസും ഇല്ല. സാധ്യതയില്ല, കാരണം ഇപ്പൊ ലാസ്റ്റ് ആണ് കിടക്കുന്നത്, 10ാം സ്ഥാനത്താണ് കേരളം കിടക്കുന്നത്. 3 കളി അടുപ്പിച്ച് തോറ്റു. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയും മറ്റുമൊക്കെ സഫീർ എന്നുള്ളൊരു സുഹൃത്ത് എഴുതിയൊരു കുറിപ്പ് അതൊന്ന് വായിക്കാം. അതിൽ കുറെ പ്രതിഷേധങ്ങൾ സഫീർ അറിയിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ മികച്ച ഫാൻ പവർ ഉള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബായി പല സോഷ്യൽ മീഡിയകളിലൂടെ അറിയപ്പെടുന്നുവെങ്കിലും മാനേജ്മെന്റിനോ അധികൃതർക്കോ ആരാധകരെ തൃപ്തരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പുരോഗതിയും മാറ്റങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. തികച്ചും സ്ക്വാഡ് ശക്തിപ്പെടുത്തേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെന്റിനുള്ളതാണ്. ഉറപ്പായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഹോം മാച്ചിലൂടെയുള്ള ടിക്കറ്റ് വരുമാനം എത്രയോ ഉയർന്ന പട്ടികയിലാണ് കേരളത്തിന്റെ സ്ഥാനം. ഒരു മാച്ചിൽ തന്നെ 30,000-ലധികം കാണികൾ പങ്കെടുക്കുന്ന ഒരു ഹോം ഗ്രൗണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഇല്ല. കയ്യും മെയ്യും മറന്ന് പരാജയവേളയിലും സ്വന്തം ടീമിനെ ചേർത്ത് നിർത്തുകയും ടീമിനെ വളരെ വികാരത്തോടു കൂടി കാണുന്ന ഒരു കൂട്ടം ജനതയുടെ വികാരങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയാണ് മാനേജ്മെന്റ്. പ്രായഭേദമന്യേ എൻ്റെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ആരാധകരുടെ ഹൃദയത്തിൽ നിരന്തരം തോൽവികളുടെ എണ്ണം സമ്മാനിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഒട്ടനവധി മികച്ച താരങ്ങളെ കണ്ടുപിടിച്ചെങ്കിലും അത് അവരെ സ്വന്തം കൂടാരത്തിലേക്ക് ആക്കുവാൻ മാനേജ്മെന്റ് ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ മാനേജ്മെന്റിന് ഇതൊരു ബിസിനസ് ആയിരിക്കാം. എന്നാൽ കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഓരോ മലയാളിക്കും ഈ ടീം ഒരു വികാരമാണ്. ഇനി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ മാനേജ്മെന്റിന്റെ കൊടും ചൂഷണത്തിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. നിങ്ങൾക്ക് ഈ ടീമിന്റെ മാനേജ്മെന്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യതയും ഇപ്പോൾ കാണുന്നില്ല. മാനേജ്മെന്റ് എന്ന് പറയുന്ന നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു മുടന്തൻ ന്യായം സ്പോൺസേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ന്യായത്തെ കണ്ണും പൊട്ടി വിശ്വസിക്കാൻ ഞങ്ങൾ മലയാളികൾ മണ്ടന്മാരല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ മന്ദഗതിയിൽ നിന്നും കരകയറ്റുവാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദിസ് ആൻഡ് ഗോ എവേ. ഒരു വലിയൊരു കഥ തന്നെ. ഞങ്ങൾക്ക് മാനേജ്മെന്റിനേക്കാളും വലുത് ഞങ്ങളുടെ സ്വന്തം ക്ലബ്ബാണ്. അതിന് ഞങ്ങൾ എന്ത് പ്രതിഷേധം തയ്യാറാണ്. തികച്ചും ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതിഷേധം മാനേജ്മെന്റിനെ അറിയിക്കുന്നു. ഇതെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. ഇതെല്ലാം നിരീക്ഷിച്ച് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഇത് ടീം തന്നെ ഉണ്ടാവില്ല. അത് വേറെ നമ്മളെല്ലാം ക്ലബ്ബാണ് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബ്ബ് തന്നെ ഒരു ബിസിനസിന്റെ ബാഗോട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ്, നമുക്ക് IPL ടീമൊക്കെ ഉണ്ടായിരുന്നു, അറിയാലോ അല്ലേ? എന്നിട്ട് എവിടെ പോയി? പക്ഷെ ഒരു കാര്യമാണ്, പൈസ മുടക്കാനാണ്. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ ആ ടീം കളിക്കുമ്പോൾ ആ ടീം എങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടേ. ഇവരുടെ മെയിൻ വിഷയം എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാ വർഷവും ഒരേ ആൾക്കാരെയും ഒരേ കോച്ചിനെയും നിലനിർത്തത്തില്ല. നമ്മുടെ IPL വെച്ച് നോക്കുകയാണെങ്കിൽ IPL ഒരു 2-3 വർഷമൊക്കെ ഒരേ കോച്ചും സെയിം ടീമുമായിരിക്കും. അതായത് 2-3 പേരെ മാറ്റത്തുള്ളൂ. ISL എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ വർഷവും ടീമിനെ കോച്ചും മാറ്റും, ഇതും മാറ്റും. കാരണം ഒരു വർഷം ഇവർ കളിച്ച് സെറ്റായി വന്നു കഴിയുമ്പോഴത്തേനും അടുത്ത വർഷം വീണ്ടും ടീം പൊളിച്ചെടുക്കും.
അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർ വീണ്ടും ഒന്നേനെ സെറ്റായി വരണം. ഇതൊക്കെ ഒരു റീസണാണ് കളയുന്നത്. കാരണം പക്ഷേ എല്ലാ വർഷവും അങ്ങനെ പൊളിച്ചെടുക്കാതെ ഒരു 3 വർഷം 4 വർഷം അടുപ്പിച്ച് സെയിം ടീം തന്നെ കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ടീം സെറ്റായിട്ട് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ പോകുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പിരിച്ചു വിടുന്നതായിരിക്കും നല്ലത്. അപമാനകരമായി ഇപ്പൊ ഇവിടെ കുറെ സൂപ്പർ ലീഗും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. കേരള സൂപ്പർ ലീഗ് കേരളം മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള കളികൾ. നാളെ അതും ഇതുപോലെ ബിസിനസ് മൂഡിലാകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നെന്തായാലും വളരെ പ്രാദേശികമായ നിലയിലുള്ള താരങ്ങളടക്കം വളർത്തുന്ന തരത്തിൽ നല്ലൊരു ലീഗായിട്ടാണ് സൂപ്പർ ലീഗ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകും. ഈ മഞ്ഞപ്പടാന്ന് ഓടി നടക്കുന്നത് ആ ഫാൻസിന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ശരിക്കും ടീമിന് മൊത്തത്തിൽ മാനേജ്മെന്റ് ആ ബിസിനസിന് തന്നെ അല്ലേ. ഇവരെല്ലാരും കൂടി വന്നിട്ട് പുറത്തുനിന്ന് എന്ത് ചെയ്യും ടിക്കറ്റ് എടുക്കാണ്ട്. അതൊരു പ്രതിഷേധമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് ഒന്നും പറയാനും പറ്റില്ല. അവർക്ക് വന്ന് പത്രസമ്മേളനം വിളിക്കേണ്ടി വരും കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് ആരാധകരെ കൊണ്ടുപോകരുത്. ഇല്ല, എനിക്ക് എൻ്റെ ഇങ്ങനെ പോയ ആരാധകർ ശരിക്കും പ്രതിഷേധിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ റെഫറിമാർക്കെതിരെയും ശരിക്കും പ്രതിഷേധിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇങ്ങനെയുള്ള റെഫറിമാർ വന്ന ISLന്റെ സത്യം പറഞ്ഞ വിലയിരുത്തുക, വില ഇടിഞ്ഞു പോവാ. റഫറിയുടെ പേര് പറഞ്ഞിട്ട് അയാൾ ഉള്ളപ്പോ തന്നെ ഇങ്ങനെ ചാൻഡ് ചെയ്യണം, ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചോണ്ടേയിരിക്കണം. അയാൾ കേൾക്കിയ തന്നെ കളിക്കളത്തിന് വെളിയിൽ കിട്ടണ ആളെ അങ്ങനെ പറയും ഫാൻസ്. കാരണം നമ്മുടെ ഇതല്ല ഫാൻസ് ചിലപ്പോ അങ്ങനെ വേണം ചിന്തിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജഗതി മറ്റേ ഉദയനാരത്തിൽ പറഞ്ഞ പോലെ ഇതുപോലത്തെ കമന്റ് കൊച്ചിയിൽ വാട കാണിച്ചാണ് ഒരു കൊച്ചി ഒന്ന് കാണിച്ചു. അതാണ് തീർച്ചയായിട്ടും എപ്പോഴും അതെ അല്ലേ. ഞങ്ങളുടെ തോറ്റു തോൽവി വഴങ്ങി. എന്നിട്ട് അവരുടെ കമന്റ് സെക്ഷനിൽ പോയി പറയുന്നത് നിങ്ങൾ കൊച്ചിയിലേക്ക് വേണം കത്തിക്കുന്ന. നമ്മുടെ അത് മാത്രമല്ല വികാരം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നമ്മുടെ ISL തുടങ്ങുന്ന മുമ്പ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചിയിൽ ലുലുമാളി വന്നപ്പോൾ ഒരു ആരാധകൻ ചോദിച്ചതാ, ഞാൻ അത്ര ആരാധകമായിട്ട് നിൽക്കുന്ന ടീമാണ്, ഒരു തവണയെങ്കിലും ബാംഗ്ലൂരിനെ ഒന്ന് തോപ്പിച്ചാൽ മതി, ഒറ്റ തവണ. അദ്ദേഹം അവരോട് നേരിട്ട് പറഞ്ഞു, ബാംഗ്ലൂർ ഒറ്റ തവണ ഒന്ന് തോപ്പിച്ചാൽ മതി. അതാണ് ബാംഗ്ലൂരിൽ പോയി കാരണം ഇവിടെ വന്ന് തോറ്റു. അതാ പറഞ്ഞത്, അതാണ് ആരാധകർ. ഇത് ഒറ്റത്തവണ, അത് പറഞ്ഞു ഒറ്റത്തവണ, എപ്പോഴും ഒന്നും വേണമെന്നില്ല, ഒറ്റ തവണ ഒന്ന് ബാംഗ്ലൂരിനെ തോപ്പിച്ചാൽ മതി എന്നാണ് ആരാധകന്റെ ആഗ്രഹം. അത് അവരോട് നേരിട്ട് പറഞ്ഞു. ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരാവോ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്? ഇപ്പം കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിനെ തോപ്പിക്കുന്ന പറഞ്ഞാൽ പെരേര ഡൈസ. അദ്ദേഹം മുംബൈയിലായിരുന്നപ്പോഴും കേരളത്തിനെതിരെ ഗോൾ അടിക്കുമായിരുന്നു. ഇപ്പം ബാംഗ്ലൂർ വന്നിട്ട് കേരളത്തിനെതിരെ ഗോൾ അടിക്കുന്നു. ഹ്യൂമേട്ടനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഫ്ലാഷ് ബാക്സ് ആലോചിക്കുകയാണ്. ഹ്യൂമേട്ടൻ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടീമിലേക്ക് അധികം പോയിട്ട് കൊൽക്കത്ത അവിടെ നിന്ന് നമ്മുടെ കൊച്ചിയിൽ വന്നെ പുള്ളി ഗോൾ തോപ്പിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മ വരും. ആ കളി ലൈവ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ആ ഗോള്, ദൈവമേ. ഈ ആരോൺ ഹ്യൂസ് പലരുടെയും ഫേവറേറ്റ് ക്യാപ്റ്റനാണ്. അതായത് ഹെങ്ബർട്ടും ആരോൺ ഹ്യൂസും കൂടെ ചേർന്ന് നിന്നുള്ള പ്രതിരോധം നിര ഓർക്കുമ്പോൾ തന്നെ കുളിരുന്നാണ്. പിന്നെ വിഷയത്തോട് പറയുന്നത് അതൊക്കെ ഒരു കാലം അല്ലേ. പിന്നെ ബെൽഫോർട്ട് അദ്ദേഹത്തിന്റെ സ്കില്ലും അതൊക്കെ അടിപൊളി സ്കില്ലായിരുന്നു. അതായത് നമ്മുടെ കേരള മറ്റേ ഇത് ഗോകുലം പ്രീമിൽ ഗോകുലത്തിന്റെ ടീമില് ഇടയ്ക്ക് ഗോകുലത്തിൽ കളിച്ചായിരുന്നു. മറ്റേ ഐ ലീഗിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയെന്നോ അല്ലേ. ഡിഫൻസ് ശരിയാകാതെ ഒരു നടപടി ആകില്ല. ഡിഫൻസും ഗോൾ കീപ്പിങ്ങും അതെ, ഗോൾ കീപ്പിങ്ങും വളരെ മോശമാണ്. സച്ചിൻ സുരേഷിന്റെ ഒരു ഇത് വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ റെഫറി മൊത്തത്തിൽ മാറ്റണം. ഇങ്ങനെ റെഫറി പോയാൽ നമ്മൾ ആരാധിക്കുന്ന ഒരു തോറ്റോട്ടെ ഹോം മാച്ച് ഇങ്ങനെ തോക്കണാണ് സങ്കടം വരുന്നത്. നമ്മുടെ നാട്ടിലിങ്ങനെ അല്ലെ വല്ലയിടത്തും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തോ പ്രശ്നമല്ല. പക്ഷെ നാട്ടിൽ വന്ന് ഈ പറഞ്ഞ പരിപാടി കാണിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. അതായത് അനൂപൊക്കെ ഹാർഡ് കോർ ഫാനാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഫോമില്ലായ്മ ഫാൻസുകാർക്ക് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നുണ്ട്. ശക്തമായ പ്രതിഷേധങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. മാനേജ്മെന്റ് ഓർത്തോളാം. മഞ്ഞപ്പടാന്നുള്ളത് ഒരു വെറും ഫാൻസ് അസോസിയേഷൻ അല്ല, അതൊരു വികാരമാണത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ ടീം എന്നാണ് അവർ പറയുന്നത്. 12th man എന്നാണ് പറയുന്നത് ഫാൻസിനെ. 12th man ഇപ്പൊ 12th man ആണ് ഫസ്റ്റ് നിൽക്കുന്നത്.
ഫാൻസിന്റെ ഒപ്പം എത്താനായിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. ഫാൻസിന്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ, വികാരം മനസ്സിലാക്കാനൊക്കെ ദയവായി മാനേജ്മെന്റ് ശ്രമിക്കണം. അല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ ഒരു പവർ എന്താന്നുള്ളത് നിങ്ങൾ പറയും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്നുള്ള ഞങ്ങളുടെ ഈ ചർച്ച, അത് മാത്രമല്ല അതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ മുമ്പ് അത്ര ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റെഫറിമാരുടെ സംഭവം അത് ശരിക്കും എല്ലാവരും തന്നെ പ്രതിഷേധിക്കേണ്ട തന്നെ ഒരു കാര്യമാണ്. ഇങ്ങനെ റെഫറിമാർ ഇത് പോയെങ്കിൽ വരും കളി ഇതുപോലെയാണെങ്കിൽ വെറുതെ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ലീഗിന്റെ തന്നെ, കാരണം ISL എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നതാണ് ലീഗ്, അത്യാവശ്യം ഇതുകളാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ ISL എന്ന് പറഞ്ഞാൽ വെറും ഇതായി പോകും, നിർത്തേണ്ടി വരും, കൺസെപ്റ്റ് തന്നെ ഇല്ലാതായി പോകും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീം ISL ചിലപ്പോൾ വലിയ പ്രകമ്പനമൊന്നും ഇപ്പൊ ഉണ്ടാക്കിയില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആണ് പല TRP റേറ്റിംഗിലും മുന്നിൽ നിൽക്കുന്നത്. അത് മറ്റെല്ലാ കളിക്കാരുടെ കളിയും ഈ ഫാൻസ് കയറി കാണുന്നുണ്ട്. അതുകൊണ്ട് ISL എന്നുള്ള കൺസെപ്റ്റ് തന്നെ തകർക്കാനായിട്ട് ഈ ഫാൻസിന് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഏറ്റുമുട്ടാൻ പോകുന്നത് ഫാൻസ് ആയിട്ടാ. കളിക്കളത്തിൽ ഫാൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കളിക്കളത്തിന് പുറത്ത് അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്ന് പറഞ്ഞാൽ ഒറ്റുത്തരം തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റുത്തരം റഫറിയും കാര്യങ്ങളൊന്നും അല്ല. റഫറി ചിലപ്പോൾ അടുത്ത കളി ചിലപ്പോൾ വേറെ റഫറി ഒന്നും നന്നായിരിക്കും, പക്ഷെ ഈ മാനേജ്മെന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണം, ദയവ് എഴുതണം. ഞങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ശരിയാവണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ അതിന്റെ മറുപടിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഉറപ്പായിട്ടും പറയണം. ഞങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.